യോഹന്നാൻ പ്രസംഗം തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയാമോ? സർപ്പസന്തതികളെന്ന് പറഞ്ഞ എന്താ അങ്ങനെ പറയാൻ കാരണം? യഹൂദന്മാർ സർപ്പസന്തതികളാണോ? ദൈവത്തിന് സ്വന്തം ജനമല്ലേ? എന്താ കാര്യം? സർപ്പത്തിന് എന്തില്ല? ചെവിയില്ല. പാമ്പിന് എന്തില്ല? ചെവിയില്ലാത്ത ഒരു ജീവിയാണേത് പാമ്പ്. പാമ്പിന്റെ കുഞ്ഞുങ്ങൾക്കും എന്തില്ല? അതുകൊണ്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം കേൾക്കാൻ വേണ്ടി ഇവർക്ക് എന്തില്ല? അതുകൊണ്ടാണ് ഇവരെ വിളിച്ച സർപ്പ. ഇത് യോഹന്നാൻ വിളിച്ചു. ഉടനെ യോഹന്നാനെ പിടിച്ച് എന്ത് ചെയ്തു? കാരാഗൃഹത്തിനകത്ത് ഇട്ടു. ഉടനെ യേശു കർത്താവ് യോഹന്നാൻ തടവിലായി എന്നറിഞ്ഞപ്പോഴേക്കും യേശു രംഗപ്രവേശനം ചെയ്തു. യേശു കർത്താവ് പറഞ്ഞ എന്താ? സർപ്പ സന്തതികളെ. ഒരേ അർത്ഥം. എന്താ കാര്യം? എല്ലാം കേൾക്കാൻ എന്തുണ്ട്? കാതുണ്ട്. മക്കളെ, എല്ലാം കേൾക്കാൻ ഇഷ്ടമാ. എന്ത് കേൾക്കാൻ ഇഷ്ടമല്ല? അവരെ വിളിച്ചതാണ് സർപ്പസന്തതികളെ. ഇനി കർത്താവായ യേശു ക്രിസ്തു മർക്കോസ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കേൾക്കാൻ ചെവി ഉള്ളവൻ. പാമ്പിന് എന്തില്ല? അർത്ഥം മനസ്സിലായോ? യോഹന്നാനും യേശു പ്രസംഗിച്ചു തുടങ്ങിയത് സർപ്പസന്തതികളെ എന്ന് പറഞ്ഞു. അവർക്ക് എന്തില്ല? സർപ്പത്തിന് എന്തില്ല? യേശു വീണ്ടും മർക്കോസിൽ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ. ഇത് രണ്ടുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ലാതെ കാതടച്ചു കളയുന്നവൻ പാമ്പിന്റെ സന്തതിയാണ്.